എല്ലാവർക്കും നമസ്കാരം. ഇറാന്റെ സുപ്രീം ലീഡർ ആയിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനി വധിക്കപ്പെട്ടു. ഇറാനിലെ പ്രക്ഷോഭങ്ങളൊക്കെ നടന്ന് 10-30,000 ആളുകളൊക്കെ കൊല്ലപ്പെട്ടു. എന്നിട്ടും ഭരണമാറ്റം ഉണ്ടായില്ല. ഖമേനിയെ ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും തന്നെ വധിച്ചിരിക്കുകയാണ്. പക്ഷെ ചോദ്യം ഇതാണ്, ഇനി ഭരണം ഇറാനിൽ മാറ്റാമെന്ന് ഉറപ്പായിട്ടും എന്തുകൊണ്ട് ഇപ്പോഴും യുദ്ധം തുടരുന്നു? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഖമേനി വധിക്കപ്പെട്ടാലും യുദ്ധം അവസാനിക്കില്ല, അല്ലെങ്കിൽ ഇറാൻ ഉടനെ കീഴടങ്ങില്ല. കാരണം ഖമേനിക്ക് തന്നെ അറിയാം താൻ ഏത് നിമിഷവും വധിക്കപ്പെടും. താൻ വധിക്കപ്പെടുകയാണെങ്കിൽ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം വളരെ മുൻപേ തന്നെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തിരുന്നതാണ്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും അധികം പേടിക്കേണ്ട ഒരു വലിയ കാര്യമുള്ളത്. ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഇപ്പോൾ ഇറാനെ തകർത്ത് തരിപ്പണമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കാണുമ്പോഴും പലയിടത്തു നിന്നുമുള്ള റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇറാൻ അവരുടെ ഒരു അണ്ടർഗ്രൗണ്ട് ബേസിൽ ബാലിസ്റ്റിക് മിസൈലിലൊക്കെ ഘടിപ്പിക്കാൻ പാകത്തിന് ഒരു ആണവായുധം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അവസാന ഘട്ടങ്ങളിലാണ്. ഒരുപക്ഷെ ഏതാനും ദിവസങ്ങളോ ഏതാനും ആഴ്ചകൾക്കുള്ളിലോ അത് പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജമാക്കുവാനായിട്ട് ഇറാന് സാധിക്കുമത്രേ. അങ്ങനെ ഇറാന് ഒരു ആണവായുധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞാൽ, കാരണം അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് എന്ന് പറയുന്നു. ഇറാൻ ഒരുപാട് ICBMകളുമുണ്ട്. നിലവിലത്തെ അവസ്ഥയിൽ അവർക്കതിന് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇസ്രായേലിന് സംഭവിക്കുക? UN-ന്റെ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഹെഡ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഈസ് നോട്ട് ഫാർ ഫ്രം എ ന്യൂക്ലിയർ ബോംബ് എന്നാണ്. ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഇറാന്റെ പല ന്യൂക്ലിയർ ഫെസിലിറ്റികളും അണ്ടർഗ്രൗണ്ടിലുള്ള പല ഫെസിലിറ്റികളും ഒക്കെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് കഴിഞ്ഞിടയ്ക്കും കൂടി. പക്ഷെ അവർക്കൊന്നും തകർക്കാൻ കഴിയാത്ത രീതിയിൽ വളരെയധികം ഭൂമിക്കടിയിലായിട്ടുള്ള ഒരു ബേസിൽ ഇറാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വിവരങ്ങൾ ചോർത്തി കിട്ടിയിട്ടാണ് ഇത്ര തിടുക്കം കൂട്ടി അമേരിക്കയും ഇസ്രായേലും ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമാണ്. ഇത് കേവലം ഒരു ഊഹാപോഹം മാത്രമാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഇറാനെതിരെ കാലങ്ങളുള്ള പ്രശ്നങ്ങൾ എന്താണ്? എൻറിച്ചഡ് ആയിട്ടുള്ള യുറേനിയം ഇറാന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. അമേരിക്ക പലതവണ പറയുന്നു ഞങ്ങൾക്ക് അവിടെ വന്ന് പരിശോധിക്കാനുള്ള അനുവാദങ്ങളൊക്കെ നൽകൂ. അലി ഖമേനി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? താൻ വധിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടും ഇതുവരെയും കീഴടങ്ങാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരുപക്ഷെ ഇറാനെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ആക്രമിച്ചു എന്ന് കേട്ടപ്പോൾ നമുക്കുണ്ടായ ഞെട്ടലിന്റെ ഒരു 1000 ഇരട്ടി ഞെട്ടൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ദുരന്ത വാർത്ത അല്ലെങ്കിൽ മോശം വാർത്ത നമ്മൾ ഒരുപക്ഷെ കേൾക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതിനിടയിൽ ഒരു കാര്യം പറയേണ്ടത്, ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഇപ്പോൾ ഇറാനിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതിനൊക്കെ പുറകിൽ ഇന്ത്യക്കും ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേൽ ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക നടപടിയിലേക്ക് നീങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസം വരെ മോഡിയും നെതന്യാഹുവും ഒരുമിച്ചുണ്ടായിരുന്നു. ഫെബ്രുവരി 25, 26 തീയതികളിൽ നെതന്യാഹുവിന്റെ ക്ഷണം സ്വീകരിച്ച് മോഡി എവിടെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ആ കാര്യങ്ങൾ നമുക്ക് വീഡിയോയുടെ അവസാനം പറയാം. ലോകത്തെ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ കാര്യം നമുക്കറിയാം. അതുകൂടാതെ ഇറാൻ എങ്ങോട്ടാണ് മിസൈലൊക്കെ വിടുന്നത്? US ബേസുകളെ ഉദ്ദേശിച്ചിട്ടാണ്, നിങ്ങളെ അല്ലട്ടോ എന്ന് പറഞ്ഞിട്ടാണെങ്കിലും സൗദി അറേബ്യയിലും UAE-ലും ഖത്തറിലും ഒമാനിലും ബഹ്റിനിലും ഒക്കെ ചെന്നിട്ട് മിസൈലുകൾ വീഴുന്നുണ്ട് ഇറാന്റെ. ഹോർമൂസ് കടലിടുക്ക് അടച്ചു. ആഗോള എണ്ണ സപ്ലൈയുടെ 20% പോയിക്കൊണ്ടിരുന്നത് അതിലെയാണ്. തിങ്കളാഴ്ച മാർക്കറ്റ് തുറന്നു. ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചു കയറുകയാണ്. നമ്മുടെ കേരളത്തിൽ പോലും ഇനി വിലക്കയറ്റം ഉണ്ടായേക്കാം. ഇങ്ങനെയുള്ള യുദ്ധ സാഹചര്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് എണ്ണ വിഭവങ്ങൾ ഏറ്റവും കൂടുതലുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ മാർക്കറ്റിനെ അത് എന്തായാലും നല്ല രീതിയിൽ ബാധിക്കും. എണ്ണ വില, ഓഹരി വില, സ്വർണത്തിന്റെ വില ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പണവും ഇങ്ങനെ പെട്ടെന്ന് മാറ്റം ഉണ്ടാവുന്ന ഇടങ്ങളിൽ മാത്രം നിക്ഷേപിക്കുന്നത് നല്ലതല്ല. മറിച്ച് നിക്ഷേപത്തിന്റെ ഒരു ഭാഗം ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഇടങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അത്തരത്തിൽ നമ്മുടെ പണം പോകില്ലെന്ന 100% ഉറപ്പോടെ, എന്നാൽ മാർക്കറ്റ് ഉയരുന്ന അനുസരിച്ച് നല്ല റിട്ടേൺ നൽകുന്ന ഒരു ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ അറിയിക്കുകയാണ്. HDFC ലൈഫ് അവരുടെ ഇന്ത്യ സെക്ടർ ലീഡേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന NFO പുറത്തിറക്കിയിട്ടുണ്ട്. ഈ വരുന്ന മാർച്ച് 16 വരെ ആ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഇൻവെസ്റ്റ് ചെയ്യാനും താല്പര്യമുള്ളവർക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും ലിങ്ക് കൊടുക്കുന്നുണ്ട്. അവിടെ ചെക്ക് ചെയ്യുക. അവിടെ മലയാളത്തിലും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും വേണമെങ്കിൽ അവരുടെ ഏജന്റ് നേരിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ ഓരോ മേഖലയിലും മുന്നിട്ട് നിൽക്കുന്ന ടോപ്പ് കമ്പനികളിലേക്ക്, അതായത് ലീഡിംഗ് കമ്പനികളിലേക്കായിരിക്കും നിങ്ങളുടെ പണം പോവുക. HDFC ലൈഫിന്റെ തന്നെ മുൻകാല ഫണ്ടുകൾ പരിശോധിച്ചാൽ HDFC ലൈഫ് ഡിസ്കവറി ഫണ്ട് 23.1% റിട്ടേൺസ് ആണ് കഴിഞ്ഞ 7 വർഷത്തിൽ ഓരോ വർഷവും നൽകിയിട്ടുള്ളത്. അവരുടെ ഈ അടുത്ത് പുറത്തിറക്കിയ HDFC ലൈഫ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് 21% റിട്ടേൺസ് ഇതുവരെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ മുൻകാല ഫണ്ടുകൾ നല്ലതുപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ NAV 10 രൂപയാണ്. നിങ്ങളെ കൊണ്ടാവുന്ന എത്ര വലിയ തുകയും നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. മാസം അടയ്ക്കുന്ന എമൗണ്ടിന്റെ 120 മടങ്ങ് വരുന്ന ലൈഫ് കവർ ലഭിക്കുന്നതിനോടൊപ്പം പ്രതിവർഷം 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും
ലഭിക്കുന്ന ലാഭത്തിന് ടാക്സ് ഒന്നും ഉണ്ടാകില്ല. പ്രവാസികളൊക്കെ പ്രതിമാസം 18,000 രൂപയൊക്കെ വെച്ച് നിക്ഷേപിക്കാൻ സാധിക്കുകയാണെങ്കിൽ 2 കോടിയുടെ വരെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ 5 വർഷം ലോക്കിംഗ് പീരീഡ് ഉള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് അത്രയും കാലം തുടർച്ചയായിട്ട് നിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു തുക തിരഞ്ഞെടുക്കുക. അപ്പോൾ മാർച്ച് 16 ഈ NFAയുടെ ലാസ്റ്റ് ഡേറ്റ്. അതായത് ഇനി 15 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനും സാധിക്കും. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇറാനിൽ നിന്ന് ഒരു ICBMന് ആണവായുധവും വഹിച്ചുകൊണ്ട് ഇസ്രായേലിൽ ചെന്ന് വീഴാൻ സാധിച്ചാൽ, ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും അതിനെ താർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇറാന്റെ ICBMകളൊക്കെ മുൻപും ഇസ്രായേലിൽ വീണിട്ടുണ്ട്. അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭൂമിയിൽ നിന്ന് ഇല്ലാതായി എന്ന് കരുതുക. ഇസ്രായേലിന്റെ കയ്യിലുമുണ്ട് ഒരു 90 എണ്ണം. അത് തീർച്ചയായിട്ടും തിരിച്ചും പ്രയോഗിക്കപ്പെടും. ഇറാനിലുണ്ട് ഒരു 10 കോടി ജനങ്ങൾ, ഇസ്രായേലിലുണ്ട് 1 കോടി ജനങ്ങൾ. ഒരു പക്ഷേ ഈ ഒരു വർഷം എന്തിനായിരിക്കും ലോകം സാക്ഷ്യം വഹിക്കുക എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്തു തന്നെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇറാൻ ഇപ്പോൾ ഈ രീതിയിൽ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇസ്രായേലിന്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു. ഇറാൻ ഇതാ ഇപ്പോൾ ന്യൂക്ലിയർ ബോംബ് അങ്ങ് ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ തീർത്ത് പറഞ്ഞതൊന്നുമല്ല. ഇതൊക്കെ സാധ്യതകൾ മാത്രമാണ്. പല വിദഗ്ധരും പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ സ്റ്റീലുണ്ട് അല്ലെങ്കിൽ ഇരുമ്പുണ്ട് എന്ന് കരുതിയിട്ട് അടുത്ത ആഴ്ച നിങ്ങളൊരു കാർ ഉണ്ടാക്കി കളയാം എന്ന് പറയാനായിട്ട് സാധിക്കില്ലല്ലോ. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയവും അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റികളും അതിൻ്റെ ഗവേഷണങ്ങളും ഒക്കെ ഇറാനിൽ നടക്കുന്നുണ്ടായിരുന്നു. ആ വിവരങ്ങളൊക്കെ ചോർത്തി കിട്ടിയതിന്റെ ബാക്കി തന്നെയാണ് ഇറാനിൽ ഇപ്പോൾ ഈ സംഭവിക്കുന്നതുമൊക്കെ എന്ന് കരുതി ഒരു 8-9 മാസം എടുത്താൽ പോലും ഇറാൻ ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ നിലവിലില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ്, ഇറാൻ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ഇറാന്റെ മിസൈലുകൾ പാഞ്ഞു പോകാൻ പോകുന്നത് ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കും ഒമാനിലേക്കും സൗദിയിലേക്കും UAE-യിലേക്കും ഒക്കെയാണെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷേ വളരെ വലിയ സ്കെയിലുള്ള ഒരു അറ്റാക്കൊന്നും അല്ല നമ്മൾ കാണുന്നത്. ഇതും സംശയം കൂട്ടുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്രദ്ധ മാറ്റലായിരിക്കാം, ഒരു ഡിസ്ട്രാക്ഷൻ ആയിരിക്കാം. കാരണം ഞങ്ങൾ പ്രധാനമായിട്ടും ആക്രമിക്കാൻ പോകുന്നത് US ബേസുകളെ മാത്രമാണ് എന്നൊക്കെ വരികയും ഞങ്ങളുടെ ICBMകൾക്കോ ഡ്രോണുകൾക്കോ മിസൈലുകൾക്കോ ഒന്നും വലിയ ശക്തിയൊന്നുമില്ല. കാരണം ഈ പറയുന്ന GCC കൺട്രീസിലേക്ക് പോകുന്നതിൽ ഭൂരിഭാഗവും ആ രാജ്യങ്ങളിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തന്നെ അടിച്ചു കളയുകയാണ്. എന്നാൽ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന ഏതെങ്കിലും ഒരു ICBM ഇറാന്റെ കയ്യിൽ ഉണ്ടാവുകയും അത് മുൻപ് പറഞ്ഞ ലക്ഷ്യത്തിന് വേണ്ടി അവർ കരുതി വെച്ചിരിക്കുകയുമാണെങ്കിലോ. കാരണം ഇറാനിൽ ഇപ്പോൾ വധിക്കപ്പെട്ട സുപ്രീം ലീഡറിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഭരണകൂടത്തിന്റെ ആണെങ്കിലും നിലപാട് എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ചത്തൊടുങ്ങിയാലും കുഴപ്പമില്ല, ഇസ്രായേലിനെ ഇല്ലാതാക്കും എന്നുള്ളത് തന്നെയായിരുന്നു. ഈ IRGC എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്നൊക്കെയാണ്, അല്ലാതെ ഇറാന്റെ പട്ടാളം എന്നൊന്നും അല്ല. ഇസ്രായേൽ ഈ ആക്രമണങ്ങളൊക്കെ നടത്തുന്നതിന് മുൻപ് മോഡിയും നെതന്യാഹുവും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്തായിരുന്നു? ഇന്ത്യ മെഡിറ്ററേനിയൻ എക്കണോമിക് കോറിഡോർ ആയിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്ന്. അവിടെയാണ് ഒരു കാര്യമുള്ളത്, നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, ഇന്ത്യക്ക് ചബഹാർ പോർട്ടിൽ ഇറാനിൽ $500 മില്യൺ ഒക്കെ നിക്ഷേപമുണ്ട്. അപ്പോൾ ഇറാൻ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ഇന്ത്യക്ക് അത് ക്ഷീണമാണ്. ഒരു പക്ഷേ ഈ എക്കണോമിക് കോറിഡോറിന്റെ ഭാഗമായിട്ട് നെതന്യാഹു നിങ്ങളുടെ പോർട്ടിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നൊക്കെയുള്ള ഉറപ്പ് മോഡിക്ക് കൊടുത്തു കാണും എന്ന് നമുക്ക് സാമാന്യം ഊഹിക്കാവുന്ന കാര്യമാണ്. കാരണം പുറത്തു വരുന്ന വാർത്തകളും ഇങ്ങനെയാണ്. ചബഹാർ പോർട്ടിന് തൊട്ടടുത്ത് തന്നെ ഒരു മിലിറ്ററി ഫെസിലിറ്റി ഒക്കെ ഉണ്ട് ഇറാന്റെ, അവിടെ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ പണം മുടക്കിയിട്ടുള്ള ഈ ചബഹാർ പോർട്ടിന്റെ ടെർമിനലുകൾക്കോ അല്ലെങ്കിൽ ഈ പോർട്ടിനോ ഒരു പ്രശ്നവും വന്നിട്ടില്ല. അവിടെ ഇസ്രായേൽ തൊട്ടിട്ടില്ല. അതുപോലെ മറ്റൊരു കാര്യം, ന്യൂക്ലിയർ ആയുധം കൈവശമുള്ള ഒരേ ഒരു മുസ്ലിം കൺട്രിയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. പാകിസ്ഥാന് യഥാർത്ഥത്തിൽ ഇറാനിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളിലേക്കൊന്നും നോക്കാൻ പോലും സമയമില്ല. കാരണം അവിടെ അഫ്ഗാനിസ്ഥാനുമായിട്ട് അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ അഫ്ഗാനിസ്ഥാനിലുള്ളവർ? ഒരു കാലത്ത് USSRനെയും സോവിയറ്റ് യൂണിയനെയും പിന്നീട് അമേരിക്കയും പോലും വെള്ളം കുടിപ്പിച്ചവരാണ്. താലിബാൻ വലിയ സംഭവമാണെന്നൊന്നും അല്ല പറഞ്ഞത്, അല്ലെങ്കിൽ താലിബാൻ വിസ്മയമാണ് എന്നൊന്നും അല്ല പറഞ്ഞത്. പക്ഷേ പണ്ടത്തേതുപോലെയല്ല ഇപ്പോൾ ഇന്ത്യ കളിക്കുന്നത്. നമ്മൾ മുൻപൊരു വീഡിയോ ഇതിനെപ്പറ്റി വിശദമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും. അപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് ഇന്ത്യക്ക് മാത്രമല്ല ഇസ്രായേലിനും ഉപയോഗമുണ്ട്. കാരണം നിലവിൽ തന്നെ ഇറാനെ സപ്പോർട്ട് ചെയ്യണം, പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങളാണ് പാകിസ്ഥാനിൽ നടക്കുന്നത്. US കോൺസുലേറ്റ് ഒക്കെ ആക്രമിക്കുന്നു, അവിടെ കുറെ പേര് കൊല്ലപ്പെടുന്നു. എന്നാൽ ഇതേ സമയം തന്നെ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഓപ്പൺ വാറാണ് അവിടുത്തെ പ്രതിരോധ മന്ത്രി, പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനിലെ 53 സൈനിക കേന്ദ്രങ്ങളിലാണ് താലിബാൻ ആക്രമണങ്ങൾ നടത്തിയത്. ഫെബ്രുവരി 27 മുതലാണ് ഇങ്ങനെ ഓപ്പൺ വാർ എന്നുള്ള രീതിയിലേക്ക് പോയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും. നമ്മൾ ഇറാനിൽ നടക്കുന്ന കാര്യങ്ങൾക്കിടയിൽ ഈ കാര്യം ശ്രദ്ധിക്കുന്നില്ല. പാകിസ്ഥാന് തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കാരണം താലിബാന്റെ പ്രശ്നം കൂടാതെ ബലൂചിസ്ഥാനിൽ നിന്നുള്ള പ്രശ്നവുമുണ്ട്. അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിലാണ് അവർ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അല്ലെങ്കിലും ഇറാനെ സപ്പോർട്ട് ചെയ്യാനൊന്നും സാധിക്കില്ല.
കാരണം അമേരിക്കൻ കൺട്രോളിലാണ് എന്തെന്നൊക്കെ പറഞ്ഞാലും പാകിസ്ഥാന്റെ സകല മിലിറ്ററി എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി എല്ലാം അമേരിക്ക നല്ലതുപോലെ നിരീക്ഷിക്കുന്നുണ്ട്. അല്ലായിരുന്നുവെങ്കിൽ ഇറാനിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പാകിസ്ഥാനിൽ നടന്നേനെ പണ്ടേ തന്നെ. അമേരിക്കയെ പിണക്കാനായിട്ട് ഒരിക്കലും പാകിസ്ഥാൻ പോവുകയുമില്ല. കാരണം പണ്ട് മുതലേ ഉള്ള പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണ്. ഇവിടെ ഇറാന്റെ ഭാഗത്തെ ന്യായങ്ങളൊക്കെ നമ്മൾ മുൻപും പറഞ്ഞതാണ്. ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്താനുള്ള ഒരു ഉപാധിയായിട്ട് മാത്രം അവരത് സൂക്ഷിക്കാം. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിസ്ക് എടുക്കാൻ വയ്യ. നിലനിൽപ്പിന്റെ പ്രശ്നമാണല്ലോ. പിന്നെ ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ മാർക്കറ്റൊക്കെ അൺപ്രഡിക്റ്റബിൾ ആയ സാഹചര്യങ്ങളിൽ ഇത്തരം അവസരങ്ങൾ പരിഗണിക്കാവുന്നതാണ്. പക്ഷേ മാർച്ച് 16 വരെയാണ് ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസാന തീയതി. ഇനി 15 ദിവസം കൂടി. കൂടുതൽ മനസ്സിലാക്കാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിട്ടുകവിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇനി നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കമന്റിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.